ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റുള്ളൊരു മധുരമുള്ളൊരു സമൂസയാണ്. സാധാരണ നമ്മൾ സ്പൈസി സമൂസ ഉണ്ടാക്കാറുണ്ടല്ലോ, അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് സമൂസയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് അതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കാഷ്യൂ നട്ടും കിസ്മിസൊക്കെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷനിലാണ്, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ജസ്റ്റ് അങ്ങ് കളറൊക്കെ മാറിയിട്ട് കറക്റ്റായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എത്രയാണോ സ്നാക്സ് ആവശ്യമുള്ളത് അത്രയും തേങ്ങ എടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്നങ്ങ് വാട്ടി കൊടുക്കാം. ജസ്റ്റ് കളർ മാറി വരുന്ന സമയത്ത് അതിലേക്ക് വലിയ ഒരു ഏത്തക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏത്തപ്പഴം എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം അങ്ങ് ഉടച്ചെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല പഴുത്ത പഴുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഉടഞ്ഞ് കിട്ടിക്കോളും. ഇതിന് ശേഷം നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലവണ്ണം പഴുത്ത പഴമാണെങ്കിലും 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം അല്ലെങ്കിൽ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ ചെറിയ ജീരകം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലവണ്ണം അതുപോലെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം നമുക്ക് കുഴഞ്ഞ് വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഇത് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്ന് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ സമൂസ ഉണ്ടാക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം. അതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു സൈഡ് മടക്കിയിട്ട് ഓപ്പോസിറ്റ് സൈഡൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഫില്ലിങ് നിറച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണോ ഫില്ലിങ്സ് ആവശ്യമുള്ളത് അത്രയും നിറച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നിങ്ങൾ പേസ്റ്റ് ആക്കി എടുത്തതാണ്. നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആക്കി എടുത്തതാണ്. അപ്പോൾ നമുക്കതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് സമൂസയുടെ മുകളിൽ ഇതുപോലെ ഒന്നങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് നല്ലവണ്ണം ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്നങ്ങ് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ കേട്ടോ. കറക്റ്റായിട്ടുള്ള സമൂസ സെറ്റ് ചെയ്യുന്നതാണോ എന്നറിയില്ല കേട്ടോ. ഞാനിതുപോലെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ മൈദ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഫില്ലിങ്സ് പുറത്ത് പോവില്ല, സെറ്റായി കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാനൊന്ന് സെറ്റായത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫോൾഡ് ചെയ്യുന്ന ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി കേട്ടോ. ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ അങ്ങ് ഈ ഭാഗത്തേക്ക് കേട്ടോ, വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതുപോലെ അങ്ങ് മടക്കി കൊടുത്താൽ കറക്റ്റായിട്ട് സെറ്റായി കിട്ടിക്കോളും. എന്നിട്ട് ബാക്കിയുള്ളത് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കിടിലൻ ടേസ്റ്റുള്ളൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇത് നമുക്ക് ഇഫ്താർ ടൈമിനൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇഫ്താറിൻ്റെ ഒരു അരമണിക്കൂറിന് മുമ്പ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് സമൂസ ഷീറ്റ് എടുത്തിട്ട് 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ എടുക്കുന്നത്. ഒരു പാക്കറ്റിൽ നിന്ന് 2ാമത്തെ പ്രാവശ്യം എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. എന്നാലും നമുക്കിതുപോലെ കറക്റ്റായിട്ട് സെറ്റായി കിട്ടിക്കോളും. അപ്പോൾ ഞാനിതുപോലെ എല്ലാം ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം ഒന്ന് ചൂടായ ഓയിലിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുക്ക് ചെയ്ത് കിട്ടാനായിട്ടൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ആയിക്കോളും. കളറൊക്കെ ജസ്റ്റ് നിങ്ങൾ ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ആണെങ്കിൽ സാധാരണ നമ്മൾ സമൂസ ഉണ്ടാക്കാറല്ലോ, അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു സമൂസ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ തന്നെയാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും നല്ല കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്